ഇനി താങ്കൾ നേരത്തെ പരീക്ഷണ ചിത്രങ്ങൾ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ഉണ്ടാകുന്ന പരീക്ഷണ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും മലയാളത്തിൽ നല്ല സിനിമകൾ, നല്ല പരീക്ഷണങ്ങൾ കൊമേഴ്ഷ്യലി ഹിറ്റ് ആകാതെ പോകുന്നു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്നാണ് ശ്രീ രാജേഷിന്റെ അഭിപ്രായം? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു നല്ല സിനിമ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായൊരു സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ലത് പറഞ്ഞു കേട്ടൊരു പടമാണ് ടി ദാസൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു പരിധിവരെ അതിന്റെ മാർക്കറ്റിങ്ങും സ്റ്റാർ കാസ്റ്റും ആയിരിക്കാം പ്രശ്നം. ഞാൻ പറയട്ടെ, ഇവിടെ ഈ മാർക്കറ്റിംഗ് ഒരു വലിയ ഘടകം തന്നെയാണ്. നമ്മൾ മലയാളികൾ മനസ്സിലാക്കാതെ പോകുന്നൊരു വളരെ വലിയൊരു സത്യമാണ് മാർക്കറ്റിംഗ്. കാരണം നമ്മൾ 100 രൂപ മുടക്കി ഒരു സാധനം ഉണ്ടാക്കുന്നു, പക്ഷെ അതിനുവേണ്ടി പിന്നെ ഒരു 30 രൂപ മാർക്കറ്റിംഗ് ചെയ്യാൻ അല്ലെ മാർക്കറ്റിംഗ് ചെലവഴിക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 130 രൂപ മുടക്കുമ്പോഴാണ് നമുക്ക് 200-300 തിരിച്ച് കിട്ടുന്നത്. ഇത് 100 രൂപയ്ക്ക് മുടക്കും, പിന്നെ 5 രൂപയുടെ മാർക്കറ്റിംഗ് ചെയ്യും, അവസാനം സംഭവം 80-90 വന്ന് നിൽക്കും. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വലുതാണ് അതിന്റെ മാർക്കറ്റിംഗ്. അത് പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ആൾക്കാരുടെ പരാജയമാണ്. അതെ, ആ ഒരു നിരീക്ഷണത്തിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടി വായിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പൊ പൊതുവെ വിലയിരുത്തപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ട്രാഫിക്കിന്റെ പ്രൊമോഷൻ, ട്രാഫിക്കിന്റെ മാർക്കറ്റിംഗ്, പോസ്റ്റേഴ്സ് ഒക്കെ വളരെ മിതമായ അല്ലെങ്കിൽ തുലവും കുറവെന്ന് തന്നെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അതിന് ഇപ്പം എന്താ പറയുന്നത്, അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അത് എന്തുകൊണ്ടെന്നുള്ളത് എനിക്കും ഉത്തരം കിട്ടുന്നൊരു സമസ്യയാണ്. കാരണം ഈ പടം ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സ് വളരെ കുറവായിരുന്നു. അല്ലെ, എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പബ്ലിസിറ്റി അത് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല. ഇതേ കാര്യം ഞാനിപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യം ഞാനത് അവരോട് ചർച്ച ചെയ്യുകയും അവരെ ഒരുപാട് ഫോഴ്സ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ അതിനിടയിൽ ഒരു പുതിയ നിർമ്മാതാവിന് രംഗത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുന്നത് പ്രശ്നങ്ങളില് ഒരു ഡിസ്ട്രിബ്യൂട്ടറും അല്ലെ അങ്ങനത്തെ പ്രൊഡ്യൂസറുമായിട്ടുള്ള എന്തെങ്കിലും ഇത് എനിക്കറിയാം അതിനെ കുറിച്ച് എന്താണ് സംഭവിച്ചിരുന്നത്. പക്ഷെ ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ആയിരുന്നില്ല ട്രാഫിക്കിന്റെ ഞാൻ അംഗീകരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. ഇപ്പം ഞാനോ ഇതിന്റെ റൈറ്റേഴ്സ് ബോബിസിൻ ചെയ്യോ ഞങ്ങളൊക്കെ ഈവൻ എടുത്തു പറയേണ്ടതാണ് ആർട്ടിസ്റ്റുകളുടെ സഹകരണം. അവര് ഓരോരുത്തരും ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറെയോ ഒക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കാരണം ഇത് ഇത്രയും നല്ല പടമാണ്, ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്. എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. എല്ലാം നേരെയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. ഞങ്ങളിൽ ഓൺലൈൻ ഫോറങ്ങളിലും സ്നേഹസല്ലാപമാണെങ്കിലും ശരി, ഫേസ്ബുക്കിലാണെങ്കിലും ശരി, വളരെ അധികം നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. എങ്കിലും പുറത്ത്, അതായത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇതെത്താൻ പ്രൊമോഷൻ നല്ല രീതിയിൽ തന്നെ വേണം. താങ്കൾ അതിൽ ബോധവാനായി വളരെയധികം സന്തോഷം. അല്ല, പറയട്ടെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ശരിക്കും ഈ പടം ട്രാഫിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ വലിയ കളക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരു നല്ല സിനിമയ്ക്ക് ഒരു പരിധിവരെ പോസ്റ്റേഴ്സ് ഇല്ലേ ഒരു കുഴപ്പമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ടാണ്. കാരണം ഈ പടം മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ പടത്തിന് ഇത്രയും ഹൗസ്ഫുൾ ഷോസ് കിട്ടുന്നത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എത്രയൊക്കെ മാർക്കറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പടം നല്ലതാണെങ്കിൽ ആൾക്കാർ അറിഞ്ഞു വരും എന്ന് പറയുന്നൊരു കാര്യം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് കണ്ടിറങ്ങുന്ന ഓരോരുത്തരും 10 രൂപ പറയുകയും ഇങ്ങനൊരു പടം പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പടം കണ്ടിട്ട് എനിക്കൊന്ന് മൗത്ത് പബ്ലിസിറ്റി, അതേപോലെ തന്നെ ഓർക്കുട്ട്, ഫേസ്ബുക്ക്, ഈ പറഞ്ഞ ഇന്റർനെറ്റ്, ഇങ്ങനെയുള്ള ഇപ്പം സ്നേഹസല്ലാപം പോലുള്ള നിങ്ങളെപ്പോലുള്ളവരുടെ സഹകരണം തീർച്ചയായിട്ടും എടുത്തു പറയുന്നത് വയ്യ. അതിപ്പം ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് പറയുന്നതല്ല, തികഞ്ഞ ആത്മാർത്ഥതയാണ് ഞാനത് നിങ്ങളോട് നന്ദി പറയുന്നത്. കാരണം ഒരിക്കലും ഇപ്പൊ ഈ ഇന്റർനെറ്റ് ഭാഗത്ത് പറയുകയല്ല, കാരണം അത്രയും സ്നേഹസല്ലാപം പോലുള്ള നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥത ഞാൻ അതിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ വാക്കുകളിലെ ആ സത്യസന്ധത തീർത്തും ബഹുമാനത്തോടെ കാണുന്നു. വളരെയധികം നന്ദി. ഞങ്ങളുടെ ഈ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതൊക്കെ തിരിച്ചറിയുന്നതിൽ വളരെയധികം സന്തോഷം സാർ. ഇനി മറ്റൊരു ചോദ്യം. ഇപ്പോ നമ്മൾ വിജയത്തെയാണ് ഇത്രയും നേരം വിലയിരുത്തിയത്. ഇനി താങ്കൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന ചിത്രത്തിൽ അതിന് പറ്റിയ പരാജയത്തെ താങ്കൾ വിലയിരുത്തിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ള ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ ഒരുക്കല്ല. കാരണം അതിൽ ആദ്യത്തെ ഒരു പരാജയം വിജയം
ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഒരു സംവിധായകൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഒരു പക്വതയില്ലായ്മയാണ് അതിന്റെ ഏറ്റവും ബേസിക് കാരണം. കാരണം ഞാൻ പല കാര്യങ്ങളും വേണ്ട രീതിയിൽ സീരിയസ് ആയി കണ്ടിരുന്നെങ്കിൽ ഒരു പരിധിവരെ അതിന്റെ പരാജയം കുറയ്ക്കായിരുന്നു. അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറായതാണ് ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയത്. കാരണം ആ പരാജയത്തിന് പാഠം ഉൾക്കൊണ്ടാണ് ഈ പടത്തിൽ എനിക്ക് വേണ്ടതെല്ലാം വേണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ആണ് ഞാൻ ഇത് നിർമ്മാതാവിനോട് മറ്റും സമീപിച്ചത്. കാരണം ഞാൻ ഒരുപാട് കോംപ്രമൈസിന് വഴങ്ങിക്കൊടുത്തതിന്റെ ഫലമാണ് അതൊന്ന്. രണ്ട്, ഞങ്ങൾ സ്ക്രിപ്റ്റ് പൂർത്തിയാവുന്നതിന്റെ മുമ്പ് എല്ലാം ലാഘവത്തോടെ ഒരു ലാഘവ ബുദ്ധിയാണ് ആ പരാജയത്തിന് ഒരു മൂല കാരണം. കാരണം സ്ക്രിപ്റ്റ് പൂർത്തിയാവുന്നതിന് മുമ്പേ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും ഒരു പടം ചെയ്യാൻ അത് ആദ്യം ഒരു പടം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് എങ്ങനെയെങ്കിലും പൂർത്തിയാവട്ടെ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ലാഘവ ബുദ്ധിയോടെ അതിനെ സമീപിച്ചാണ് ആ പരാജയത്തിന് കാരണം. ഇനി അടുത്ത ചോദ്യം, ട്രാഫിക്കിന്റെ സ്ക്രിപ്റ്റിങ്ങിന് ശ്രീ രാജേഷും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ ബോബി സഞ്ജയ്മാർ പറഞ്ഞിരുന്നു. താങ്കൾക്ക് സ്ക്രിപ്റ്റിംഗിൽ താല്പര്യമുണ്ടോ? താങ്കളുടെ സ്വന്തം സ്ക്രിപ്റ്റിംഗിൽ ഒരു ചിത്രം പ്രതീക്ഷിക്കാമോ? അത് സ്ക്രിപ്റ്റിംഗിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് തീർച്ചയായും അവരുടെ വലിയ മനസ്സാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഒരു സ്ക്രിപ്റ്റിംഗിൽ ഉറപ്പായിട്ടും ഒരു ഡയറക്ടർ A to Z ഇൻവോൾവ് ചെയ്തേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ടും ഡയറക്ഷനായും ഇരിക്കും. കാരണം ഈ പടത്തിൽ ഇതിൽ അഭിനയിച്ച നടി എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ശരിക്കും ഡയറക്ടർ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് രണ്ടായിട്ട് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇവരൊന്നാണ്, ഇവർ 3 പേരാണെങ്കിലും ഒരു മനസ്സാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാനും സഞ്ജീവിനുള്ള ആത്മബന്ധമാണ് ഈ സ്ക്രിപ്റ്റിന്റെ വിജയത്തിന് കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ മാത്രമല്ല സഞ്ജുവിന് നിർബന്ധം ഉണ്ടായിരുന്നു ഫ്രം ദ വെരി ബിഗിനിങ് ഏറ്റവും ചെറിയ ഇതിന്റെ ഒരു ബേസിക് ഫോട്ടോ തന്നെ ഇതിന്റെ ഡയറക്ടർ ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഈ 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഞാനും സഞ്ജയും ഒരേപോലെ ഓരോ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. പക്ഷെ അതിൽ ഇപ്പൊ ഒരു ചർച്ചയുടെ ഭാഗമായി ഇരിക്കുക എന്ന് പറയുന്നതും പിന്നെ ഒരു ഡയറക്ടറായ എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷെ അത് എന്താ പറയുന്നത്, അത് ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാ സംവിധാനം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. പിന്നെ കാരണം നല്ല സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവും. പലപ്പോഴും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റും മൊത്തം പൂർത്തിയാക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്നു, അതെടുത്ത് സംവിധാനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഒരു ആത്മാർത്ഥയില്ലായ്മ ഉണ്ട് അതിലൊക്കെ മുറിച്ച് നിൽക്കുന്നത്. പിന്നെ എന്റെ സ്വന്തം സ്ക്രിപ്റ്റിലൊരു പടം തീർച്ചയായിട്ടും ഉണ്ടായില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. സന്തോഷം സാർ. ഇനി അടുത്ത ചോദ്യം, താങ്കൾ മലയാള സിനിമ രംഗത്തേക്ക് വരാൻ അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ താങ്കൾക്ക് പ്രേരണയായത് ഏതെങ്കിലും സിനിമകളോ ചലച്ചിത്രകാരന്മാരാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നേരത്തെ പത്മരാജൻ സാറിന്റെ പേര് പറഞ്ഞു കേട്ടു. തീർച്ചയായും അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് സിനിമയിലേക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം പത്മനാഭൻ സാറിന്റെ സിനിമകളാണ്. അത് എനിക്കൊന്നല്ല, ഇന്ന് ഇവിടെ ഉള്ള ഫിലിം മേക്കേഴ്സിൽ 70% പേർക്കും പത്മനാഭൻ സാറിന്റെയോ ഭരതൻ സാറിന്റെയോ ഒക്കെ സിനിമകളാണ്. അവിടെ നമ്മൾ അതുവരെ ഞാൻ പറയട്ടെ, എനിക്ക് ഒറ്റ വാക്കിൽ പറയുമെങ്കിൽ പത്മനാഭൻ സാറിന്റെ സിനിമകളാണ് എനിക്ക് ഈ രംഗത്തേക്ക് വരാൻ പ്രചോദനമായത്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ തൂവാനത്തുമ്പികളും ഒരു പടമായിട്ട് എടുത്തു പറയാൻ പറ്റില്ല, പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിമാണ് തൂവാനത്തുമ്പികൾ. അതൊരു ദേശാടനത്തിലേക്ക് കരയാറില്ല. ഞാൻ ചോദിച്ചേ, ഈ തൂവാനത്തുമ്പികളോ ദേശാടനത്തിലേക്ക് കരയാറില്ല. ഇത്തരം നമുക്കവർക്ക് മന്ത്രിത്വപ്പോൾ ഇത്രയും ബോൾഡായിട്ടുള്ള സബ്ജക്റ്റുകൾ ഇന്ന് പോലും മലയാള സിനിമയിൽ പലരും എടുക്കാൻ മടിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ബോൾഡായ സബ്ജക്റ്റുകൾ, അത്രയും ശക്തമായ സ്ത്രീകഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. കാരണം ക്ലാര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും നല്ല നായിക കഥാപാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ശക്തമായ കഥാപാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പത്മനാഭൻ സാറിന്റെ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം സമീപകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ സിനിമ സീരിയസ് ആയി കണ്ടു തുടങ്ങിയപ്പോൾ സിനിമയിലെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്ന മണിരത്നം സാറിന്റെ സിനിമകൾ തീർച്ചയായിട്ടും വലിയൊരു ഇൻസ്പിറേഷൻ ആണത്. ആണ് സർ. ഇപ്പോൾ പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഞങ്ങളുടെ ഫോറത്തിലെ സ്നേഹസർ ലാഭത്തിൽ ഒരു വലിയ നിര തന്നെയുണ്ട് പത്മരാജൻ സാറിന്റെ ആരാധകര്. സാറിന്റെ ഭാര്യയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്കുണ്ടായിരുന്നു. സാറിനെ കുറിച്ച് നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്യുന്നതാണ്, ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പത്മരാജൻ സാറിന്റെ ഒരു വലിയ ഫാൻ ഫോളോയിങ് തന്നെ ഞങ്ങളുടെ ഫോറത്തിലുണ്ട്.
ഓക്കെ ഓക്കെ. അതിൽ ഭയങ്കര നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ആരാധിക്കുന്ന ഒരു ഇല്ലേ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് പത്മനാഭൻ സാർ. അതെ, ഒരുപക്ഷെ എന്തു പറയാൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പോലും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ചലച്ചിത്രകാരനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അദ്ദേഹം കഥാകൃത്ത് എന്നുള്ള രീതിയിലും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലും സംവിധായകൻ എന്ന രീതിയിലും എല്ലാം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചതാണ്. മാത്രമല്ല ഇത്രത്തോളം ആൾക്കാരെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ സ്വാധീനിക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, നമ്മൾ കാണാതെ ഒരു നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ശക്തി. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ തിരക്കഥാകൃത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, വാചാലുണ്ട് എല്ലാവരും, അല്ലെ അദ്ദേഹത്തിന്റെ സംവിധായകനെ പറ്റി പറയാറുണ്ട്, അല്ലെ കഥകളെ പറ്റി പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മറന്നു നിന്നൊരു സത്യം, ഇത്രയും ആൾക്കാരെ സിനിമാ രംഗത്തേക്ക് കൂട്ടത്തോടെ ഒരു വിപ്ലവം, അങ്ങനത്തെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കഴിഞ്ഞു. ഇന്ന് ഇവിടെയുള്ള 70% ഡയറക്ടേഴ്സും ഈ രംഗത്തേക്ക് വരാൻ ഞാൻ വിശ്വസിക്കുന്നു കാരണം പത്മനാഭൻ സാറിന്റെ സിനിമകളാണ്. ശരിയായ ഒരു ഒബ്സർവേഷൻ ആണ് സർ, അത് യോജിക്കാതെ വയ്യ. ഇനി മറ്റൊരു ചോദ്യം, പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? പുതുമുഖങ്ങളെ വെച്ചൊരു പരീക്ഷണം ചിത്രം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? പൂർണ്ണമായും തീർച്ചയായിട്ടും ഉണ്ട്. അതിന് പറ്റിയൊരു സബ്ജക്റ്റ് വരണം, അതിനൊപ്പം നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ വരണം. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായും പുതുമുഖങ്ങൾ വെച്ചിട്ടാവുമല്ലോ. മാത്രമല്ല ഇനിയും തമിഴിലും ഹിന്ദിയിലൊക്കെ പോലെ ഞാൻ പറയട്ടെ, ഇവിടെ പുതുമുഖങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അത് ടെക്നിക്കൽ രംഗത്താണേലും ആക്ടിങ് രംഗത്താണേലും ഒക്കെ ഇനിയും ഒരു എന്താ പറയുക, നല്ല ടീം ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുതിയ തോട്ട്സുകൾ ഒരുപാട് വരണം, പുതിയ ആക്ടിങ് പാറ്റേൺ വരണം.